ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് നിന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗവതി എന്ന് പ്രകീർത്തിക്കും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സുദിനം വരവായി, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ. കഴിഞ്ഞുപോയ 8 ദിനങ്ങൾ നൊയമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞു. പരിശുദ്ധ അമ്മയാണല്ലോ ആദ്യത്തെ സക്രാരി. ദൈവ തിരുക്കുമാരനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ആദ്യത്തെ സക്രാരിയായി തീർന്നു. അതുപോലെ ഓരോ ദിനങ്ങളിലും വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഉള്ളിലും വന്ന് വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളും പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ ഉൾക്കൊള്ളുന്ന ഒരു സക്രാരിയായി മാറുകയാണല്ലോ. അപ്പോൾ നമ്മളും ജീവിക്കുന്ന സക്രാരിയായി തീരുകയാണല്ലോ. നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധിയോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഈ നൊയമ്പിന്റെ പൂർത്തീകരണത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനിയുള്ള എല്ലാ ദിനങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഞാനും ഒരു ജീവിക്കുന്ന സക്രാരിയായി മാറും. ഈ ഉറച്ച തീരുമാനം നമുക്കും എടുക്കാം. വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന സക്രാരിയായി നമുക്ക് മാറാം. അതിനുള്ള കൃപ ഈശോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആശംസകൾ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിതമാകട്ടെ. പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ചേർന്നു നിന്ന് ജപമാല